പഴയ കാവീട് ക്ഷേത്രത്തിൻ്റെ പിന്നിൽ വലിയ കാടുണ്ടായിരുന്നു. കാവീട് എന്ന് പറയുന്നത് ഇപ്പോൾ അത് ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ഒരു ഉപക്ഷേത്രം ആണ്. ആ ക്ഷേത്രം നെന്മിനി ഭട്ടതിരിപ്പാടിൻ്റെ സ്വന്തം ആണ്. അവരുടെ കുടുംബത്തിൻ്റെയാണ്. പക്ഷെ നെന്മിനി ഭട്ടതിരിപ്പാട് അവരൊക്കെ കുടുംബമൊക്കെ ക്ഷയിച്ചപ്പോൾ അത് ദേവസ്വം, ഗുരുവായൂർ ദേവസ്വം അത് ഏറ്റെടുത്തു. ഇപ്പം അവിടെ വേദപഠനമൊക്കെയാണ് കാവീട് ക്ഷേത്രത്തിൽ. മാത്രമല്ല അവിടെ ഒരു ഗോസംരക്ഷണശാല നടത്തുന്നുണ്ട്. ഗുരുവായൂർക്ക് വേണ്ട പാലൊക്കെ കൊടുക്കുന്നു. ആ കാവേരി ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ വലിയ ഒരു കാടായിരുന്നു അന്ന്. വൃക്ഷനിബിഡം എന്ന് പറഞ്ഞാൽ ധാരാളം പാമ്പുകളൊക്കെ ഉണ്ട്. അങ്ങോട്ടൊന്നും പോകരുതെന്ന് വീട്ടുകാർ പറയും. പക്ഷേ അതൊന്നും കൂട്ടാക്കാതെ അതിൻ്റെ ആ കാട്ടിലുള്ള ഒരു ഞാവലിൻ്റെ ചുവട്ടിലുള്ള പഴം അത് ഞങ്ങൾ കുട്ടികൾ വാരി കൊണ്ടുവന്ന് കഴിക്കും. പാമ്പ് കൊത്തിയുണ്ടാവും, കഴിക്കരുത് എന്നൊക്കെ വീട്ടുകാർ പറഞ്ഞു. പക്ഷേ കുട്ടികളൊന്നും കണക്കാക്കില്ല. അന്ന് ഞാവൽപ്പഴം കഴിച്ച ആ ഓർമ്മയാണ്. എടപ്പാള് ബസ് സ്റ്റേഷനിലെത്തിയിട്ട് പിന്നെ യാത്രക്കാരെ അവിടെ ഇരുത്ത്. അപ്പോഴാണ് ഈ ഞാവൽ കണ്ടത്. ഞാവൽ ഞങ്ങളുടെ വീട്ടിൽ ഞാവലുണ്ടായിരുന്നു. അത് അടുത്ത കാലത്താണ് മുറിച്ചത്. പക്ഷെ അതിൽ എന്തോ പഴം ഉണ്ടാവാറില്ല. ഞാവലുണ്ടായിരുന്നു. മരം മാത്രം. അങ്ങനെ ഞാവൽപ്പഴത്തിനെ പറ്റിയൊരു ഓർമ്മയുണ്ട്. പിന്നെ എപ്പോഴാണ് അതിന് ശേഷം ഇത് സംഭവം 1993 ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഞാൻ വിസിറ്റിംഗ് പ്രൊഫസറായിട്ട് കുറച്ചു കാലം പ്രവർത്തിച്ചു. അപ്പോൾ തിരൂർ ശാഖയിലാണ്. തിരൂര് ഒരു ശാഖ ഉണ്ടായിരുന്നു. ആ ശാഖയിൽ പഠിക്കുമ്പോൾ അതിൻ്റെ അപ്പുറത്തെ ഒരു സ്വപ്ന പേരായിട്ടുള്ള ഒരു ലോഡ്ജ്. ആ ലോഡ്ജിലാണ് ഞാൻ അവിടെ പോയി ക്ലാസ് എടുക്കാൻ കാലത്ത്. ആഴ്ചയിൽ 3 ദിവസം ആ ലോഡ്ജിൽ താമസിക്കും. ബുധനാഴ്ച ക്ലാസ് കഴിഞ്ഞിട്ട് തിരിച്ചു പോരും. തിങ്കൾ ചൊവ്വ ബുധൻ 3 ദിവസം ക്ലാസ് എടുക്കും. ബുധനാഴ്ച തിരിച്ചു. അതുപോലെ അന്ന് തിരിച്ചു വരുമ്പോഴാണ് ഈ എടപ്പാളിൽ തങ്ങിയത്. അങ്ങനെ ഒരു ഓർമ്മ ഞാവൽപ്പഴത്തിനോട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അധികം സംസാരിച്ചാൽ ചുമയ്ക്കും.